ഓഫീസിലല്ലേ തനിക്കൊന്നും ചെയ്യാനില്ലാത്തുള്ളൂ. നമുക്ക് നേരെ ഓഫീസിൽ പോകണ്ട. പിന്നെ നമുക്കേ വേറെ എവിടെയെങ്കിലും പോവാറോ? എന്നിട്ട് കുറേ ചുറ്റിക്കറങ്ങി തിരിച്ച് ഓഫീസിലേക്ക് വരാം. ഞാനില്ലേ, ഉത്തരവാദിത്തങ്ങളൊക്കെ മറന്നിട്ടല്ല ഊര് ചുറ്റലൊന്നും വേണ്ട. ആഹാ, ഭാര്യമാരായാൽ ഇങ്ങനെ വേണം. ഈ എന്തൊരു മഹത്തായ ഉപദേശമാ. കളിയാക്കണ്ട. ഓഫീസ് സമയമൊന്നും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. നമുക്കേ ഓഫീസിൽ തന്നെ പോ. ഞാനവിടെ എന്റെ സന്തോഷം കണ്ടെത്തിയ പോരെ. ആ, കുറച്ച് ബുദ്ധിമുട്ടും. പക്ഷേ രാധിക എന്ന പേര് തന്നെ ത്യാഗം ചെയ്യലിന്റെ വേറൊരു പേരാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ആ, അയ്യോ അയ്യോ, ദേ അവിടെ കുങ്കുമം വിൽക്കുന്ന ഒരമ്മ. ഏ? അല്ല, എന്തിനാ നിർത്തിയ? അല്ല, അവരെ കുറിച്ചല്ലേ പറഞ്ഞേ? അത് ഞാൻ കണ്ടപ്പോ വെറുതെ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അല്ല, തനിക്കത് വാങ്ങണമെന്നുണ്ട്. നമുക്ക് വാങ്ങിയിട്ട് പോകണം. നേരം വൈകിയില്ലേ? അതൊന്നും കുഴപ്പമില്ല. ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം ഇന്നലെ പാസ്സാക്കി എടുത്തിട്ടുണ്ട്. അതങ്ങ് ചെലവാക്കാം. താവാ. അമ്മ, കുങ്കുമം വേണമായിരുന്നു. എല്ലാ കളറും ഉണ്ട് മോളെ, ഒരു മായം ഇല്ലാത്തതാ. ഇട്ടാ നെറ്റ് ചൊറിയേയില്ല. ആഹാ, അത് ശരി. അപ്പൊ ഇതില് ഇങ്ങനത്തെ ഏർപ്പാടുണ്ടോ? ഉണ്ട് സാറേ. ഈ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ഇവർക്ക് ഈ ചില്ലിട്ട കടകളിൽ നിന്ന് വാങ്ങിച്ചാലേ സമാധാനം കിട്ടും. പക്ഷെ അതിന്റെ ദോഷം എന്താണെന്ന് കുറച്ചുനാള് കഴിയുമ്പോഴല്ലേ മനസ്സിലാവും. ഇതിലേതാ എനിക്ക് ചെയ്താ? എന്റെ പൊന്നുരാധിക, സത്യം പറഞ്ഞ ഇത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് എന്നെ വിടുന്നതാണ് ബുദ്ധി. മോളെ, ഇതൊക്കെ പല കളറിൽ വരും. പക്ഷെ ചുമന്ന കുങ്കുമം നെറ്റിയിലിടുന്ന ഒരു പ്രൗഢി വേറൊന്നിനും കിട്ടത്തില്ല. എന്നാ പിന്നെ ഞാൻ അത് തന്നെ വാങ്ങിക്കാം. അതെടുത്തോളൂ. ആ, എത്ര അമ്മ? 20 രൂപ. ഇത് വെച്ചോ. അല്ല മോനെ, ചില്ലറ 50 വെച്ചോ. വാ. തൽക്കാലം ഒരു കുഞ്ഞു സന്തോഷം കിട്ടിയല്ലോ. അതെ, ഈ കുങ്കുമം വാങ്ങിത്തരുന്നതല്ല സന്തോഷം, അത് ഭർത്താവ് നെറ്റിയിലിട്ട് തരുന്നതാ. അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നേ. ആ ആഗ്രഹം കൂടെ ഇപ്പൊ അങ്ങ് പൂർത്തിയാക്കിയേക്കാം. ആ അമ്മ പറഞ്ഞ സത്യമാണ്. ഈ നിറം തന്നെയാ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്. പോവാ.